ഹലോ ഫ്രണ്ട്സ്, നമുക്കറിയാം ഏത് രാജ്യത്തിനും അവരുടെ രാജ്യത്തിൻ്റെ പുരോഗതിയുടെ പറ്റിയിട്ടൊക്കെ ഒരുപാട് പറയാനുണ്ടാവും. അതുപോലെ തന്നെ ഖത്തറിനും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് ഖത്തറിൻ്റെ പുരോഗതിയെപ്പറ്റി ഒരുപാട് പറയാനുണ്ട്. അതാണ് ഖത്തറിലെ നാഷണൽ മ്യൂസിയത്തിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഖത്തർ. ജീവിക്കാനായി ഇവിടുത്തെ ആളുകൾ മത്സ്യബന്ധനവും പേളിങ്ങും നടത്തിയിട്ടായിരുന്നു ഈ മരുപ്രദേശവാസികൾ ജീവിച്ചിരുന്നത്. ഇന്നിപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമ്പന്ന രാജ്യമായി മാറിയിരിക്കുകയാണ് ഖത്തർ. അപ്പോൾ ഇതിൻ്റെ ചരിത്രം നമുക്ക് എങ്ങനെയാണെന്ന് ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് കണ്ടറിയാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് മ്യൂസിയത്തിലാണ്. ഈ കാണുന്നതാണ് മ്യൂസിയത്തിൻ്റെ കെട്ടിടം. ഡെസേർട്ട് റോസ് ക്രിസ്റ്റൽ രൂപത്തിലാണ് ഈ ബിൽഡിംഗ് പണിതിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ള രൂപത്തിലാണ് ഈ കെട്ടിടം പണിതിട്ടുള്ളത്. ഖത്തർ കോർണിഷിനടുത്തായിട്ടാണ് ഈ കെട്ടിടം ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഖത്തർ റെസിഡൻസ് ID ഉള്ളവർക്ക് തികച്ചും ഫ്രീ ആണ്. അതല്ലാതെ ടൂറിസ്റ്റുകൾക്ക് 50 റിയാൽ വെച്ചിട്ട് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് ടൈം സാറ്റർഡേ ടു തേഴ്സ്ഡേ 9 AM to 7 PM ആണ്. കൂടാതെ ഫ്രൈഡേ 1:30 PM to 7 PM വരെയാണ്. മ്യൂസിയത്തിനകത്ത് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റീലിൽ നിർമ്മിച്ച, അതായത് ഇവിടുത്തെ സ്ത്രീകൾ മുഖം മറക്കാൻ ഉപയോഗിക്കുന്ന ബത്തൂക്കയുടെ ഒരു മോഡലാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് നമുക്ക് ഇതിൻ്റെ അകത്ത് പിന്നെയുള്ള കാഴ്ചകളിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അകത്തേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കോഫി എക്സിബിഷനാണ് കാണുന്നത്. അവിടെ കോഫിയുടെ ഉത്ഭവത്തിനെ പറ്റിയിട്ടും ഒക്കെയുള്ള ഒരു പഠനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതിനുശേഷം നമ്മൾ നേരെ നടന്നാൽ നമുക്ക് ഖത്തറിൻ്റെ ഫോർമേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 3D സ്ക്രീൻ കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള സൗണ്ട് എഫക്റ്റോട് കൂട്ടുള്ള വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഭൂമിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവജാലങ്ങളെ പറ്റിയിട്ടൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ്. ഇവിടെ മുമ്പ് ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിലുകളുടെ ഘടനയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജീവജാലങ്ങളുടെ സ്റ്റെപ്പ് ചെയ്ത രൂപമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. വളരെ റിയാലിറ്റി തോന്നുന്ന രൂപത്തിലാണ് ഇതെല്ലാം ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ വ്യൂ ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും.
പിന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ആർക്കിയോളജി വിഭാഗങ്ങൾ കണ്ടുപിടിച്ച പുരാതന കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ഡ്രസ്സുകൾ, ഇതിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരണം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഡോക്യുമെൻ്ററി ഇവർ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ മരുഭൂമിയിലെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയൊരു ഡോക്യുമെൻ്ററി സെക്ഷനും നമുക്ക് ഇവിടുത്തെ സ്ക്രീനിൽ കാണാൻ പറ്റും. That's how expands itself to make useful things. Yeah. Now we're going to see. Yeah, exactly. പിന്നീടുള്ള സെക്ഷൻ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ്. അതായത് നമ്മൾ അണ്ടർ വാട്ടറിൽ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഇവിടെ 4 ഭാഗത്തും 3D സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സമുദ്രത്തിൻ്റെ അടിയിൽ നിന്ന് ഫിഷിങ് ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും.
പിന്നീട് അവസാനമായിട്ട് നമുക്കൊരു ഡോക്യുമെൻ്ററിയും കൂടി ഇവർ കാണിച്ചു തരുന്നുണ്ട്. ഇതും ഇവിടുത്തെ ഡെസേർട്ട് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതെല്ലാം ഫുള്ള് വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീടുള്ളത് ഖത്തറിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളെ പറ്റി പരിചയപ്പെടുത്തുന്ന ഒരു സെക്ഷനാണ്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ഡിജിറ്റൽ സ്ക്രീനുകളെ പറ്റി കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന, അതായത് ഖത്തറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പരിചയപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്രീന്, ഡിജിറ്റൽ സ്ക്രീന് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ ഖത്തറിൻ്റെ അമീറിൻ്റെ ഒരു സ്പീച്ചും നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ റിവ്യൂ ഒക്കെ പറ്റി വളരെ മനോഹരമായിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിട്ട് ഈ സ്ക്രീനുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എക്സിബിഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു പാലസ് ഉണ്ട്. നമുക്ക് പാലസിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പോകാം. പിന്നെ അതുപോലെ തന്നെ അവിടെ മറ്റു പല ആക്ടിവിറ്റീസുകളും ഇതിൻ്റെ പുറത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.